ബ്രദർ ബിജുവിൻ്റെ കൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലുള്ള കാലാമ്പൂർ എന്ന ഒരു ചെറിയ ജംഗ്ഷനിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന കുന്ന് നിറയെ കൃഷി ചെയ്തിരിക്കുന്നത് പൈനാപ്പിളാണ്. തികച്ചും ഗ്രാമീണമായ പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞു നിൽക്കുന്നു. പൈനാപ്പിളിന് പ്രസിദ്ധമായ മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വാഴക്കുളം പ്രദേശത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രദേശങ്ങളിലെ കൃഷി എന്ന് പറയുന്നത് പൈനാപ്പിളും റബ്ബറുമാണ്. വാഴക്കുളം എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാം, റോഡിൻ്റെ ഇരുവശത്തും വലുതും ചെറുതുമായ ധാരാളം സ്ഥലത്താണ് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നത്. പൈനാപ്പിൾ വളരാൻ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിളിൻ്റെ മാർക്കറ്റാണ് വാഴക്കുളം എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം. വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിന് 2009 GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ പട്ടണത്തിന് 6 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് വാഴക്കുളം സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡ് ചെന്ന് ചേരുന്നത് വാഴക്കുളം ടൗണിലേക്കാണ്. ഇതാണ് വാഴക്കുളം ടൗൺ. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ പള്ളികളും അമ്പലങ്ങളുമുള്ള ഒരു നഗരം കൂടിയാണ് ഇത്. വാഴക്കുളത്ത് നിന്ന് ഞങ്ങൾ ഇനി പോകുന്നത് കൂത്താട്ടുകുളത്തിനാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്, അരീക്കുഴ. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ മനോഹരങ്ങളായ ധാരാളം പള്ളികളെ നമുക്ക് കാണാം. അങ്ങനെ മനോഹരങ്ങളായ സ്ഥലങ്ങളൊക്കെ പിന്നിട്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, ഒട്ടും ജനസാന്ദ്രതയില്ലാത്ത സ്ഥലമാണോ എന്ന്. റോഡിലാണെങ്കിൽ ഒട്ടും തിരക്കില്ല.
അങ്ങനെ കൂത്താട്ടുകുളം ടൗണിലൂടെ ഇവിടെയും കാണാം മനോഹരമായൊരു ചർച്ച്. ഇവിടെ വരുമ്പോൾ കാണാം റോഡ് സൈഡിൽ കൃഷി ചെയ്തിരിക്കുന്നത്, വാഴയും നെല്ലൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. അങ്ങനെ കുറവിലങ്ങാട് എത്തി. ഇവിടെ പ്രശസ്തമായൊരു പള്ളിയുണ്ട്. എന്തായാലും ഇതിലൂടെ വന്നതല്ലേ, പള്ളിയിൽ കയറിയിട്ട് പോകാം. പണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ പള്ളിയിൽ. മെയിൻ റോഡിൽ നിന്നും കുറേ ഉള്ളിലായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിലുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കുറവിലങ്ങാടുള്ള ഈ പള്ളി. ഏകദേശം 1700 വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പള്ളിക്ക്. കപ്പൽ പ്രദക്ഷിണം എന്ന പ്രത്യേക നേർച്ചയ്ക്ക് പ്രശസ്തമാണ് ഈ പള്ളി. 3 നോയമ്പിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്കും പേരുകേട്ടതാണ് ഈ പള്ളി. ഇനിയും പള്ളിയുടെ അടുത്തെത്തിയില്ല, ഇനിയും കുറേ ദൂരമുണ്ട്. ഒറ്റ മതിൽക്കെട്ടിനുള്ളിൽ 3 ദേവാലയങ്ങൾ ഉള്ളതും ഈ പള്ളിയുടെ പ്രത്യേകതയാണ്. സീറോ മലബാർ സഭയുടെ പാലാ രൂപതയുടെ കീഴിലാണ് ഈ പള്ളി ഉള്ളത്. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന 3 വലിയ മണികൾ ഉണ്ട് ഇവിടെ. അതിൽ ഒന്നിൽ ദേവമാതാവ് എന്ന സുറിയാനിയിൽ എഴുതിയിട്ടുണ്ട്. ഒരു ദേശത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായി നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ഈ പള്ളി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു പള്ളിയാണ്.